നമസ്കാരം, എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ശ്രീലക്ഷ്മി MS ആണ്. ഇന്ന് എന്നോടൊപ്പമുള്ള അതിഥി ശ്രീ പ്രദീപ് കണ്ണങ്കോടാണ്. സാറിനെ ആദ്യം ഞാൻ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം സർ. നമസ്കാരം. അഞ്ചൽ കണ്ണങ്കോട് സ്വദേശിയായ പ്രദീപ് സാർ ഇടമൺ VHSS ആൻഡ് HSലെ റിട്ടയർഡ് അധ്യാപകനും നിലവിൽ പാഠപുസ്തക സമിതി അംഗവും ശാസ്ത്ര ലേഖകനും നാടകകൃത്തും ഒക്കെയാണ് പ്രദീപ് സാർ. മാത്രമല്ല, മികച്ച അധ്യാപകനുള്ള സംസ്ഥാന ദേശീയ അവാർഡും ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങളും സാറിന് ലഭിച്ചിട്ടുണ്ട്. ശാസ്ത്ര പഠനം തിയേറ്ററിന്റെ സാധ്യത എന്ന വിഷയത്തിൽ ഗവേഷണം നടത്തുകയാണ്. ഇതിനൊക്കെ അപ്പുറം ശരിക്കും പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, റേഡിയോ ബെൻസികർ കേട്ടിട്ടുള്ള പ്രിയ ശ്രോതാക്കൾക്ക് അറിയാം, നമുക്ക് 9, 10 ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പരീക്ഷാ ക്ലാസ്സുകളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. ആ കേട്ട ശബ്ദം ശരിക്കും പറഞ്ഞാൽ സാറിൻ്റെതാണ് അല്ലേ? അപ്പൊ അതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ നമുക്ക് സാറിനോട് തന്നെ ചോദിക്കാം, അതിന്റെ വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ. ശ്രീലക്ഷ്മി എൻ്റെ ഒരു പഴയ ഓർമ്മയിലേക്കാണ് എന്നെ നയിക്കുന്നത്. നേരത്തെ ഇപ്പോഴത്തെ പുസ്തകമല്ല, പഴയ പുസ്തകം, അതിലെ 9ലെയും 10ലെയും ബയോളജി പാഠഭാഗങ്ങൾ 180, 300 എപ്പിസോഡുകളായിട്ട് ഞങ്ങൾ നാടക രൂപത്തിൽ തയ്യാറാക്കി. അത് തയ്യാറാക്കിയത് എന്നോടൊപ്പം PS മാത്യു എന്ന് പറയുന്ന അഡീഷണൽ DPI ആയി ആ റാങ്കിൽ റിട്ടയർ ചെയ്ത ഒരാളും ഞാനും കൂടെ ചേർന്നാണ്. അന്നത്തെ കോട്ടൺ ഹിൽ സ്കൂളിലെ കുട്ടികളാണ് ഞങ്ങളോടൊപ്പം ശബ്ദം തന്നത്. ഗ്യാൻവാണി ഇഗ്നോവിന്റെ FM റേഡിയോ ഗ്യാൻവാണിക്ക് വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ റേഡിയോയിലും പ്രക്ഷേപണം ചെയ്യുന്ന എക്സാം ടൈമിലൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് പല വിഷയങ്ങൾ. അതില് നമ്മളിപ്പം ബയോളജിയുടെ കാര്യമാണ് കേൾക്കുന്നത് അല്ലെ? അത് 300 റേഡിയോ നാടക രൂപത്തിൽ 10 മിനിറ്റുള്ള കുട്ടികൾ നന്നായിട്ട് ഞങ്ങളോടൊപ്പം പെർഫോം ചെയ്തു. ആ കുട്ടികളൊക്കെ ഇപ്പം വളർന്നു, ഇപ്പം 10-25 വയസ്സായിട്ടുണ്ട്. അതെ അതെ, വർഷങ്ങളായി. ഓക്കെ സാർ, ഇതിപ്പോ നമുക്കറിയാം അങ്ങനെ ഏകദേശം 150 ഓളം അല്ലേ ഒരു ക്ലാസ്സിൽ 150 ചെയ്തിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ ശാസ്ത്ര ലേഖ തയ്യാറാക്കിയിട്ടുണ്ട്. സത്യത്തിലെ ഒരു അധ്യാപകൻ മാത്രമല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ എടുത്തു പറയേണ്ടത്. ഇപ്പൊ റിട്ടയർഡ് അധ്യാപകനാണ്, പക്ഷെ എങ്കിലും ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ല, അത് ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യം, ഞാൻ അധ്യാപകനല്ല, വിദ്യാർത്ഥിയാണ്. അത് ഇപ്പം എനിക്ക് സംസ്ഥാന അവാർഡ്, NCERT അവാർഡ്, ദേശീയ അവാർഡൊക്കെ അധ്യാപകൻ എന്ന നിലയ്ക്ക് കിട്ടിയിട്ടുണ്ട്. എന്നാൽ കേവലം ഒരു അധ്യാപകനായിരുന്ന എന്നെ ഒരു വിദ്യാർത്ഥിയായി വളർത്തിയത്, ഞാൻ എപ്പോഴും പറയും, ഒരു വിദ്യാർത്ഥിയായി വളർത്തിയത് എൻ്റെ വിദ്യാർത്ഥികളാണ്. അതുകൊണ്ട് എപ്പോഴും ഞാൻ ഒരു വിദ്യാർത്ഥിയാണ് സത്യത്തിൽ. ഔദ്യോഗികമായി അധ്യാപകനായിരുന്നു, അതിന്റെ പേരിലാണ് പെൻഷനും കിട്ടുന്നത്. ഇപ്പൊ ഈ പാഠ്യ പദ്ധതി അല്ലെങ്കിൽ പാഠപുസ്തക രൂപീകരണത്തിലും ഒക്കെ സാറിന്റെ ഒരു എന്താ പറയാ, അതിന്റെ ഒരു സംഭാവന എന്താണ് ഇപ്പോഴത്തെ ഒരു പാഠപുസ്തകത്തിലൊക്കെ ഉള്ളതിൽ? കേരള കരിക്കുലം ഫ്രെയിംവർക്ക് 2005-ലും അതുപോലെ തന്നെ ഇപ്പൊ 2020-ലെയും പാഠ്യപദ്ധതി ചട്ടക്കൂട്, അതിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് സയൻസ് ഫോക്കസ് ഗ്രൂപ്പിലെ അംഗമായിരുന്നു ഞാൻ. പിന്നെ കഴിഞ്ഞ 10-25 വർഷം കാലമായി നമ്മുടെ ബയോളജി പാഠപുസ്തകത്തിന്റെ രചനയിൽ പങ്കെടുക്കുന്ന ഒരു വ്യക്തിയുമാണ്. ഓക്കെ സർ, അതിപ്പോ ഇപ്പോഴത്തെ മാറി വരുന്ന ഈ പാഠപുസ്തക രീതികൾ അല്ലെങ്കിൽ ഇപ്പോഴത്തെ പാഠ്യഭാഗങ്ങളൊക്കെ പറയുകയാണെങ്കിൽ, ഇപ്പൊ നമ്മളെ കുട്ടികളും പാഠപുസ്തക രീതിയുമായിട്ട് എങ്ങനെയാണ് സാറിന് തോന്നിയിട്ടുള്ളത്? ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ടെന്ന് പറയാൻ കാരണം, ഒരു കാലത്ത് ഈ സൗകര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അധ്യാപകൻ പറഞ്ഞു കൊടുക്കുന്നു, കുട്ടി പഠിക്കുന്നു, അധ്യാപകൻ ഒരർത്ഥത്തിൽ പഠിപ്പിക്കുകയാണ്, പിറ്റേന്ന് കൃത്യമായി ചോദ്യം ചോദിക്കും, ഉത്തരം പറയാത്തവരെ അറിയാമല്ലോ. നിങ്ങളൊക്കെ ആ കാലഘട്ടത്തിൽ പിന്നെ അടിയൊക്കെ കിട്ടുന്ന അങ്ങനെ ഉള്ള ഒരു കാലം ഉണ്ടായിരുന്നു. ഞാനും തുടക്കത്തിൽ കുട്ടികളെ നന്നായിട്ട് തല്ലുന്ന ഒരു അധ്യാപകനായിരുന്നു. പക്ഷേ പിന്നീട് മാറി, അറിവ് നിർമ്മാണത്തിന്റെ തലത്തിലേക്ക് ക്ലാസ് മുറികൾ മാറണം എന്ന തരത്തിലേക്ക് കാഴ്ചപ്പാട് മാറി. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഇന്ന് വിവരത്തിന് ഒരു പഞ്ഞവുമില്ല, വിരൽത്തുമ്പിൽ വിവരം കിട്ടും.
അപ്പോൾ ആ വിവരം മുഴുവനും ബൈഹാർട്ടാക്കി വെച്ചിട്ട് അത് പരീക്ഷാ പേപ്പറിലോട്ട് പകർത്തി വയ്ക്കുന്ന ഒരു രീതി ഇന്ന് ആവശ്യമില്ല. പക്ഷെ ആ വിവരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പുതിയ അറിവ് നിർമ്മിക്കണം. അപ്പൊ അറിവ് നിർമ്മിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പൊ ശാസ്ത്രത്തെ സംബന്ധിച്ച് പറയാന്നുണ്ടെങ്കിൽ ശാസ്ത്രത്തിന്റെ പഠന രീതി അത് പരിചയപ്പെടുക, അതിൽ പങ്കെടുക്കുക, ഇതാണ് ക്ലാസ് റൂം പഠന പ്രവർത്തനത്തിൽ വന്നിരിക്കുന്ന മാറ്റം. അതിനനുസരിച്ച് അധ്യാപകരും മാറി, അതിനുള്ള ട്രെയിനിങ് അവർക്കുണ്ട്, പാഠപുസ്തകത്തിൽ അതിനുള്ള മാറ്റങ്ങളുണ്ട്, ഹാൻഡ് ബുക്കുണ്ട്, ഇന്ന് സമഗ്ര പോലുള്ള ഈ പോർട്ടലുണ്ട്. എന്തിനേറെ പറയുന്നു, വിദ്യാലയത്തിന്റെ എക്കോസിസ്റ്റം പോലും നിങ്ങളൊക്കെ ഒരുപക്ഷെ കേട്ടിട്ടില്ലേ, ജൈവ വൈവിധ്യ ഉദ്യാനം ഓരോ വിദ്യാലയത്തിലും. അപ്പൊ ഇത്തരത്തിലുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ട്. ഇപ്പൊ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും കൂടെ ഉപയോഗപ്പെടുത്താനുള്ള ശ്രമം തുടങ്ങിയിരിക്കും. അതെ സാർ, ഇപ്പൊ നമ്മള് കുട്ടികളുടെ അധ്യാപകരുടെ കാര്യം പറയുമ്പോൾ സാറിനെ കുറിച്ച് പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു അധ്യാപകൻ എന്ന നിലയിൽ സംസ്ഥാന ദേശീയ അവാർഡുകൾ കരസ്ഥമാക്കിയിട്ടുള്ള അധ്യാപകനാണ്. അപ്പൊ ഇത്തരം പുരസ്കാരങ്ങൾ സാറിനെ തേടി എത്തുകയും അതിനുവേണ്ടിയുള്ളൊരു വലിയൊരു അധ്വാനം ഇതിന്റെ പിന്നിലുണ്ടാവുമല്ലോ, അല്ലെങ്കിൽ അതിനുള്ള ഒരു കാരണം ഉണ്ടാവുമല്ലോ. എനിക്ക് ശ്രീലക്ഷ്മി പറഞ്ഞ ഈ അധ്വാനവും കാരണവും, അധ്വാനം ഇതിനു വേണ്ടി മാത്രമായിട്ടുണ്ടായിട്ടില്ല. അത് മാത്രമല്ല, അധ്യാപകൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് NCERT അവാർഡും സ്റ്റേറ്റ് അവാർഡും നാഷണൽ അവാർഡും കിട്ടിയിട്ടുണ്ട്. പക്ഷെ അതിനപ്പുറം സംസ്ഥാന ഗവൺമെന്റിന്റെ 5 അവാർഡും സെൻട്രൽ ഗവൺമെന്റിന്റെ മാനവ വിഭവ വികസന മന്ത്രാലയത്തിന്റെ കീഴിലുള്ള 8 അവാർഡും എനിക്ക് കിട്ടിയിട്ടുണ്ട്. ആ അവാർഡുകൾ ശാസ്ത്ര നാടകവുമായി ബന്ധപ്പെട്ടതാണ്. അത് ഞാനൊരു 75 നാടകങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിനകത്തൊരു 80-ൽ പരം ശാസ്ത്ര നാടകങ്ങളാണ്. ആ നാടകങ്ങളുടെ ഒരു 6 എണ്ണത്തിന് നാഷണൽ അവാർഡ് കിട്ടിയിട്ടുണ്ട്. സ്ക്രിപ്റ്റ് റൈറ്റർ എന്നുള്ള അവാർഡ് 3 തവണ കിട്ടിയിട്ടുണ്ട്. സംസ്ഥാന ഗവൺമെന്റിന്റെ ബാലസാഹിത്യ അവാർഡ്, ബാലവൈജ്ഞാനിക സാഹിത്യ അവാർഡ്, ബാലസാഹിത്യത്തിന്റെ നാടക വിഭാഗം അവാർഡ്, ഇതൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ കിട്ടാനൊരു ഇതിനു വേണ്ടി ഒരു അധ്വാനം അതെനിക്ക് പ്രത്യേകിച്ച് അത് പറയേണ്ടി വരും. കാരണം ഇതിനു വേണ്ടി നമ്മൾ അധ്വാനിക്കാൻ തുടങ്ങിയപ്പോൾ രാവിലെ എഴുന്നേറ്റിട്ടാ എനിക്കിപ്പോൾ ഇന്ന് അവാർഡ് കിട്ടി വെക്കൂ എന്നും പറഞ്ഞ് നമ്മുടെ ദിനചര്യയെല്ലാം ആ തരത്തിലാക്കി നമ്മൾ അധ്വാനിക്കാൻ പോയാൽ ചിലപ്പോൾ നമുക്ക് നിരാശയായിരിക്കും ഫലം. കിട്ടിയില്ലെങ്കിൽ ഭയങ്കര നിരാശ വരും. അപ്പം നമ്മൾ ചെയ്യുക, നമ്മുടെ പരമാവധി പ്രവർത്തനങ്ങളിൽ നമ്മൾ ഏർപ്പെടുക, അത് നല്ല ഡെഡിക്കേഷനോടുകൂടി ചെയ്യുക, കഠിനാധ്വാനം ചെയ്യുക. പക്ഷെ ഇപ്പോഴത്തെ ഒരു അധ്യാപകരും സാർ നേരത്തെ എൻ്റെ അടുത്ത് ചോദിച്ചു നിങ്ങളൊക്കെ ആ കാലഘട്ടത്തിലെ എന്ന് ചോദിച്ചു. ആ ഒരു കാലഘട്ടത്തിലെ എന്ന് സാറിനടക്കം ചോദിക്കണമെങ്കിൽ ഈ കാലഘട്ടത്തെ എങ്ങനെ സാറിന് ബന്ധപ്പെടുത്താൻ സാധിക്കുന്നുണ്ടോ? കാലഘട്ടത്തെ താരതമ്യപ്പെടുത്തുന്നതിനകത്ത് അർത്ഥമില്ല. ഒരു കാലഘട്ടത്തെ വേറൊരു കാലഘട്ടവുമായി താരതമ്യപ്പെടുത്തുന്നത് അതിനകത്ത് യാതൊരു അർത്ഥമില്ല. പലപ്പോഴും ഞാൻ അങ്ങനെ കേട്ടിട്ടുണ്ട്, പണ്ടായിരുന്നു, അന്നത്തെ അധ്യാപകരെന്തുവായിരുന്നു, അന്നത്തെ ക്ലാസ്സിലെ പഠിപ്പീരെന്തുവായിരുന്നു, ഇപ്പൊ എന്തുവാ, നോൺസെൻസ്. അതിന്റെ കാര്യമേ ഇല്ല, അങ്ങനെ ഒരു താരതമ്യപ്പെടുത്തലിന്റെ കാര്യമില്ല. പിന്നെന്താണ് അപ്പൊ ആ ഒരു മാറ്റം എന്താണ്? ആ മാറ്റം ഈ ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളുടെ ഫലം നമ്മുടെ ജീവിതത്തിലും പ്രതിഫലിക്കുന്നുണ്ട്. അപ്പൊ അത് ഒറ്റ എക്സാമ്പിൾ. പണ്ട് നമ്മൾ കത്തെഴുതി 13-14 ദിവസം കൊണ്ടാണ് ഇവിടുന്ന് വേറൊരു ഇപ്പം ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള കത്ത് 13-14 ദിവസം എടുക്കും. ഇപ്പോഴും വീഡിയോ കോൾ ചെയ്യാം. ശരിയാണ്. പക്ഷെ എങ്കിലും എൻ്റെ ഒരു ചോദ്യം പലപ്പോഴുമായി എൻ്റെ മനസ്സിൽ വന്നിട്ടുള്ള ഒരു ചോദ്യമാണ്. അതിന്റെ ഒരു ഉത്തരം എനിക്ക് സാറിൽ നിന്ന് കിട്ടുമോ എന്നുള്ള പ്രതീക്ഷയിലാണ്. കാരണം ഈ കാലഘട്ടം എന്ന് നമ്മൾ പറഞ്ഞു, സാർ പറഞ്ഞു അതിന്റെ ആവശ്യമില്ല എന്ന് പറയുമ്പോഴും എന്നല്ല ശ്രീലക്ഷ്മി ഞാൻ പറഞ്ഞത്. 2 കാലഘട്ടത്തെ താരതമ്യം ചെയ്യുന്നത് നിരർത്ഥകമാണെന്നാണ് പറഞ്ഞത്. ശരി, ഓക്കെ. പക്ഷേ ഞാനും ആ ചോദ്യത്തിലുള്ള അതല്ല, എങ്കിലും എന്റെയൊക്കെ ഒരു സംശയമാണ്. നമുക്കറിയാം സ്കൂളില് പണ്ടൊക്കെ പലപ്പോഴും പഠനത്തിൽ മുന്നോട്ട് വരാൻ മടിച്ചിട്ടുള്ള കുറെ കുട്ടികളുണ്ട്. എന്തെങ്കിലും കാരണം കൊണ്ട് നിർത്തിപ്പോകുന്നവരുണ്ട്. ഇന്ന് നമുക്ക് അങ്ങനെ കാണാനൊന്നും സാധിക്കില്ല, കാരണം കുട്ടികളെ മുന്നിലോട്ട് കൊണ്ടുവരുവാണ്. പക്ഷെ എന്തുകൊണ്ടായിരിക്കാം നമുക്ക് അന്ന് ഇത്രയും പ്രഗത്ഭരായിട്ടുള്ള അധ്യാപകരാണ്, അന്നും ഈ പറയുന്ന വളരെ സ്മാർട്ടായിട്ടുള്ള അധ്യാപകരുണ്ടായിട്ടും എന്തുകൊണ്ടായിരിക്കും അന്ന് കുട്ടികൾ കുറേ എങ്കിലുമൊക്കെ ഈ പഠിത്തം പലരും 10ാം ക്ലാസ്സിൽ നിർത്തിയിട്ടുള്ളവരുണ്ടാവാം.
പ്രീ ഡിഗ്രി എന്നോ അല്ലെങ്കിൽ പ്ലസ് ടു നമുക്ക് പറയാൻ പറ്റില്ല, കാരണം അതൊക്കെ കുറെ കൂടെ മുന്നോട്ട് വന്ന സമ്പ്രദായം. പ്രീ ഡിഗ്രിയിൽ നിർത്തിയിട്ടുള്ളവരുണ്ടാവും. എന്തുകൊണ്ടായിരിക്കും അന്നൊരു പഠനത്തിനോട് താല്പര്യം കുട്ടികൾക്ക് കുറഞ്ഞു പോയിട്ടുള്ളത്? പഠനത്തോട് കുട്ടികൾക്ക് താല്പര്യം കുറഞ്ഞതാണോ എന്ന് ചോദിച്ചാലല്ല, അന്നത്തെ ജീവിത സാഹചര്യങ്ങളാണ്. ഇന്നത്തെ പോലല്ല. അന്ന് ഒരു വീട്ടില് കുട്ടികളുടെ എണ്ണം തന്നെ 5 മുതൽ മേലോട്ട ഓരോ കുടുംബത്തിൽ. അപ്പൊ അതിനകത്ത് അന്നും ഈ ലിംഗ പദവിയുടെ പ്രശ്നമൊക്കെ ഉണ്ട്. പെൺകുട്ടികൾ പഠിക്കുകയൊന്നും വേണ്ട, പെൺകുട്ടികൾക്ക് ജോലി വേണ്ട, ഒരു ഘട്ടം കഴിഞ്ഞാൽ അവരെ കെട്ടിച്ചു വിടാനുള്ളതാണ്. പെൺകുട്ടിക്ക് നല്ല ആഹാരം പോലും കൊടുക്കണ്ട, ചെറുക്കനാണ് അന്വേഷിച്ച് കൊടുക്കേണ്ടത് ഭാവിയിൽ ഒരു കുടുംബത്തിന്. അതുകൊണ്ട് അവന് നല്ല ഭക്ഷണം കൊടുക്കുക, അവന് നല്ല വിദ്യാഭ്യാസം കൊടുക്കുക എന്ന തരത്തിൽ കുടുംബത്തിനകത്തൊരു സെലക്ഷൻ അന്ന്, തരംതിരിവ് അന്ന് ഉള്ള വീടുകളിലും, സമ്പന്നരായിട്ടുള്ള വീടുകളിലും അല്ലാത്ത വീടുകളിലും ഉണ്ട്. ഇന്നതിന് മാറ്റം വന്നു. ഇപ്പോഴത്തെ പെൺകുട്ടികൾ ജോലി കിട്ടിയിട്ടേ കല്യാണം കഴിക്കുന്നുള്ളൂ, അവരെ പറക്കാൻ അനുവദിക്കുന്നതാണ്. അതാ. അപ്പൊ അത് സമദർശനം എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാട് തന്നെ വന്ന്, അതായത് ഒരു കുഞ്ഞ് ആണായിട്ടോ പെണ്ണായിട്ടോ ജനിക്കട്ടെ, ഏത് ലിംഗത്തിൽ ജനിച്ചാലും ഭാവിയിൽ അതിന്റെ ഉത്തരവാദിത്വത്തിനോ അവകാശങ്ങൾക്കോ അവസരത്തിനോ ആ ലിംഗം തടസ്സമായിരുന്നു. എന്നാലും എന്റെ അത് ഒരു കാരണം. രണ്ടാമത്തെ ഒരു സംശയം ഞാൻ വീണ്ടും ചോദിച്ചോട്ടെ. നമ്മള് പലപ്പോഴും പറഞ്ഞിട്ട് ചില അധ്യാപകരെ ഭയപ്പെട്ടുള്ള കാലം ഉണ്ടായിരുന്നില്ലേ? നമ്മളിപ്പോ ഉദാഹരണത്തിന് സ്ഫടികം എടുത്ത ചക്കോമാഷിനെ ഭയന്ന് നാടുവിട്ട ഒരു ആടുതോമയുടെ കഥ നമുക്കുണ്ട്. പക്ഷെ ഇത്തരം സാഹചര്യങ്ങൾ എത്രയോ വിദ്യാർത്ഥികൾ നേരിട്ടിട്ടുണ്ടാവും. ആടുതോമ പോലെന്നല്ല എങ്കിലും, അയ്യോ ഈ പഠിക്കാൻ എനിക്ക് പേടിയാണ്, അടിക്കും, എന്നെ ക്ലാസ്സിന്റെ വെളിയിൽ നിർത്തും എന്ന് ഭയന്ന് ഒരു പക്ഷേ സ്കൂൾ ജീവിതത്തോട് വിട പറഞ്ഞ കാലഘട്ടവും ഉണ്ടായിരുന്നിട്ടുണ്ടാവില്ലേ? തീർച്ചയായിട്ടും അങ്ങനെ ഉണ്ടാകും. രാവിലെ എഴുന്നേറ്റിട്ട് ഇന്ന് ഇന്ന സാറ് വരരുതേ എന്നുപോലും പ്രാർത്ഥിച്ചിട്ട് പള്ളിക്കൂടത്തിൽ പോകുന്ന കുട്ടികളുണ്ടായിരുന്നു. അത് അവരെ കുറ്റപ്പെടുത്താനൊക്കത്തില്ല. അവർക്ക് അടി കിട്ടുമ്പോൾ നോക്കുന്നത് അവർക്കാ. ഇന്നത്തെ പോലല്ല, നല്ല അടി അടിക്കും. നല്ല അടി അടിക്കുന്ന മാത്രമല്ല, പള്ളിക്കൂടത്തിൽ അടി കിട്ടിയെന്ന് വീട്ടിൽ അറിഞ്ഞ വീട്ടിൽ നിന്നും കിട്ടും അടി. ഇത് അന്ന് അധ്യാപകന്റെ കയ്യിൽ മുമ്പിലിരിക്കുന്ന കുട്ടി പഠിക്കണമെങ്കിൽ അദ്ദേഹത്തിന്റെ കയ്യിലുള്ള ഒരധിക സാമഗ്രി വടി മാത്രമാണ്. ഞാനിപ്പം ബയോളജി പഠിപ്പിക്കുന്നു, മുമ്പിലിരിക്കുന്ന കുട്ടിക്ക് മനസ്സിലാവുന്നില്ല, അവൻ ശ്രദ്ധിക്കുന്നില്ല. അവനെ ശ്രദ്ധിപ്പിക്കാൻ എൻ്റെ കയ്യിൽ വേറൊന്നുമില്ല. സപ്പോസ് ദിസ് ഇസ് എ ടെസ്റ്റ് ട്യൂബ്, ആകെപ്പാടെ ഒരു ചോക്കും ജപ്പാൻ ബ്ലാക്ക് കൊണ്ട് വരഞ്ഞിട്ട ബോർഡും, അതിനകത്ത് 2 പിടിക്കുമ്പോഴത്തേക്ക് ആ ബോർഡിനകത്ത് കരിക്കട്ട വെച്ച് എഴുതിയാലേ തെളിയും, കാരണം അതങ്ങ് വെളുക്കും, ബോർഡ് വെളുക്കും. അപ്പൊ അങ്ങനെ ഒരു സന്ദർഭത്തിൽ ഈ അധിക സാമഗ്രി എന്ന് പറയുന്നത് വടി മാത്രമാണ്. ഇപ്പൊ അതല്ല, ഇപ്പോ എല്ലാ ലാബ് സൗകര്യങ്ങളും ഉണ്ട്, എല്ലാ ഡിജിറ്റൽ സൗകര്യങ്ങളും ഉണ്ട്, ചെയ്തു പഠിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. അധ്യാപകൻ പോലും അന്ന് ടീച്ച് ചെയ്യുക, പഠിപ്പിക്കുക എന്ന പദവിയിൽ നിന്ന് അധ്യാപകൻ പോലും ഗൈഡായിട്ടും ഫെസിലിറ്റേറ്ററായിട്ടും ഇപ്പം മെന്ററായിട്ടും മാറിയിരിക്കുന്നു. ഈ അടി കൊടുക്കാതെ പഠിപ്പിക്കുക, വടിയെടുക്കാതെ പഠിപ്പിക്കുക എന്നുള്ളതാണല്ലോ ഇപ്പോഴത്തെ ഒരു സമ്പ്രദായം എന്ന് പറയുന്നത്. പക്ഷെ അടി കൊണ്ട് പഠിച്ചു വന്നവരും ഉണ്ട്, വടിയെടുത്ത അധ്യാപകരും ഉണ്ട്. സാർ എടുത്തോന്ന് എനിക്കറിയില്ല, പക്ഷെ എങ്കിലും വടിയെടുത്ത അധ്യാപകരും ഉണ്ട്. സാർ എന്തായാലും ഇതിനെ കുറിച്ച് വീണ്ടും ഞാൻ ചോദിക്കുമ്പോൾ കാലഘട്ടം വന്നു പോകുന്നതാണ്. എങ്കിലും ഈ വടിയെടുക്കാത്ത ഈ ഒരു സമയവും വടിയെടുത്ത സമയവും തമ്മിൽ കുട്ടികൾക്കുണ്ടായിട്ടുള്ള ഒരു ഗുണം എന്താണ്? അത് എത്രത്തോളം അവർക്ക് നല്ലതാണ് തോന്നുന്നു? അത് ഞാൻ പറയാം. ശ്രീലക്ഷ്മി എന്നെ ഈ അഭിമുഖം നടത്തുമ്പം എന്റെ പല വിദ്യാർത്ഥികളും ചിലപ്പം സാന്ദർഭികവശാൽ ഇത് കണ്ടു എന്ന് വരാം. അപ്പൊ അവരവിടെ ഇരുന്ന് പരസ്പരം ഒരുപക്ഷെ പറയുന്നത്, ഈ മനുഷ്യൻ എന്തോ ഒരു അടിയായിരുന്നു എന്നായിരിക്കും. തുടക്കത്തിൽ അങ്ങനെ ആയിരുന്നു. സത്യം, ഞാൻ 23.5 വയസ്സിൽ അധ്യാപകനായത്. എൻ്റെ മുമ്പിലിരിക്കുന്ന കുട്ടികൾക്ക് ഞാനും തമ്മിൽ വലിയ പ്രായവ്യത്യാസമൊന്നുമില്ല. അവിടെ ഇടമണം എന്ന് പറയുന്ന പ്രദേശത്ത് പുതുതായി ഒരു ഹൈസ്കൂൾ വന്നു. ആ പ്രദേശത്തുള്ള കുട്ടികൾക്കെല്ലാം പഠിക്കാൻ, അവർ ഈ പറഞ്ഞതുപോലെ നിർത്തിപ്പോയവരൊക്കെ ഉണ്ട്. അവർക്ക് പിന്നെയും പഠിക്കാൻ ഒരു അവസരം കിട്ടി വന്നവരാണ്. അപ്പം പ്രായം വലിയ വ്യത്യാസമില്ല. അപ്പം ഞാൻ കൃത്യമായി പറഞ്ഞാൽ 2000 വരെ
വടിയെടുത്തിട്ടുണ്ട്. 2000-ന് ശേഷം ഞാൻ വടി ഉപയോഗിച്ച് പഠിപ്പിച്ചിട്ടില്ല. അത് കഴിഞ്ഞ് വളരെ താമസമില്ലാതെ സർക്കാർ നിയമം വരുമല്ലേ ഇല്ല, ഞാൻ പഠിപ്പിക്കുന്ന സമയത്തൊന്നും ഒരു നിയമവും ഇല്ല. അധികം താമസിക്കാതെ വന്നില്ലേ? പിന്നെ പിന്നീട് വന്നു. കാരണം എന്തെന്നറിയാമോ, ഈ വടി എന്ന് പറയുന്നത് ഞാനത് എഴുതിയിട്ടുമുണ്ട്. എൻ്റെ പാഠപുസ്തകം എന്ന് പറയുന്ന പുസ്തകത്തിനകത്ത് പിന്നെ ഞാൻ എഴുതിയിട്ടുണ്ട്. വടി എന്ന് പറയുന്ന അധ്യാപകന്റെ ദൗർബല്യം, ആരുടെയും ദൗർബല്യം. നിങ്ങളുടെ കയ്യിൽ ഒരു മർദ്ദനോപാധി ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ മുമ്പിരിക്കുന്ന ആളുകളെ സ്നേഹം കൊണ്ട് നിങ്ങൾക്ക് കീഴ്പ്പെടുത്താൻ കഴിയുന്നില്ല. ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ എണീറ്റ് നിന്ന് വിദ്യാർത്ഥി ഉത്തരം പറയുമ്പോൾ ഒരു കണ്ണ് എപ്പോഴും വടിയിലായിരിക്കും. സാർ വടി എടുക്കുന്നുണ്ടോ എന്നായിരിക്കും അല്ലേ? ആയിരിക്കും. അത് അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം ഈ കുട്ടിക്ക് എങ്ങനെയും മാർക്ക് കിട്ടണം. SSLCക്ക് അന്ന് പറയും, SSLCക്ക് പേപ്പറിനകത്ത് അടിച്ചു വരുമ്പം നമ്പറിന്റെ വലതുവശത്ത് നക്ഷത്ര ചിഹ്നം കാണണം. അന്നത്തെ ഏറ്റവും വലിയ ബഹുമതി എന്ന് പറയുന്നത് ഫസ്റ്റ് ക്ലാസ്സാ. അത് കിട്ടണം. അത് അധ്യാപകന്റെയും കൂടെ ഒരാവശ്യമാണ്. അപ്പം അധ്യാപകൻ വടിയെടുത്തിട്ടുണ്ട്. പക്ഷെ ആ വടിയെടുത്ത് ഇന്ന് പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, അന്നത്തെ അധ്യാപകൻ വടിയെടുത്ത് എന്തുവായിരുന്നത്, അതായിരുന്നു വിദ്യാഭ്യാസം. ഇപ്പൊ പിള്ളേർക്ക് അനുസരണയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ആ താരതമ്യത്തിനകത്ത് അർത്ഥമില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. അതായിരുന്നു എന്റെ ചോദ്യവും. ആ അടി ആവശ്യം തന്നെ ആയിരുന്നു? അടി ആവശ്യമില്ല. അല്ലല്ല, അടി ആവശ്യമില്ലെന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ടാണ് ഞാൻ നിർത്തിയത്. എങ്കിലും ചില മാതാപിതാക്കളെങ്കിലും ഇച്ചിരിയൊക്കെ നമ്മളൊക്കെ കിട്ടിയ പോലെ 2 എണ്ണം കിട്ടിയാ കുഴപ്പമില്ല എന്ന് തോന്നുന്ന മാതാപിതാക്കൾ നമുക്കിടയിലുണ്ട്. ഇപ്പൊ സാറ് പറഞ്ഞ പോലെ ഇവർക്ക് അനുസരണ എന്നൊരു കാര്യം സ്കൂളിൽ നിന്നാണ് കിട്ടുന്നത്. ഒരു ഭയം, കാരണം കൂടുതൽ സമയം നമ്മൾ സ്കൂളിലാണല്ലോ. അപ്പോ അങ്ങനെ തോന്നുന്ന മാതാപിതാക്കളും, എന്നാൽ എന്റെ മക്കളെ തലേ ചെയ്യരുതെന്ന് പറയുന്ന 2 തരത്തിലുള്ള മാതാപിതാക്കളുണ്ട്. അപ്പൊ അത് സാറിന് എന്താണ് തോന്നിയിട്ടുള്ളത്? അതാണ് ഞാൻ പടിയെടുക്കട്ടെ എന്ന് പറയുമ്പോഴും. അനുസരണ, അച്ചടക്കം എന്നൊക്കെ പറയുന്നത് നമുക്ക് അടിച്ചേൽപ്പിക്കാൻ പറ്റില്ല. അതൊരു യാഥാർത്ഥ്യമാണ്. നമ്മൾ വടി കൊണ്ട് മുമ്പിലിരിക്കുന്നവരെ അനുസരിപ്പിക്കുന്നു, അവരെ അച്ചടക്കം പഠിപ്പിക്കുന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ അഭിമാനിക്കാം. പക്ഷെ ഒന്നും സംഭവിക്കുന്നില്ല. ഈ വടിയെടുക്കുമ്പോഴും അനുസരിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴും അവിടുന്ന് ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. അത് നമ്മുടെ അടുത്തുള്ള ഭയം കൊണ്ട് അത് പ്രകടമാവുന്നില്ല. അതുകൊണ്ട് എപ്പോഴൊരവസരം കിട്ടുന്നോ, ഈ വടിയടിയെ അനുസരിപ്പിക്കലിൻ്റെയും ഒരു പ്രതിരോധമില്ലാതാകുന്നോ, ആ സന്ദർഭത്തിൽ മറ്റത് പുറത്തിയാടും. അതുകൊണ്ടാണ് വളരെ അനുസരണയോടും വളരെ അച്ചടക്കത്തോടും കൂടി പഠിപ്പിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികൾ എത്രയോ പേര് അതിനുശേഷം പ്രൊഫഷണൽ കോളേജിൽ സ്വാതന്ത്ര്യം അനുഭവിക്കുമ്പോൾ ക്രിമിനൽ കേസുകളിൽ പ്രതിയായിരിക്കുന്നു. ഒരു പ്രമാദമായ ക്രിമിനൽ കേസിൽ പ്രതിയായ അയാളെ പറയുന്നില്ലേ, പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ അറിയാം. ഒരു പ്രതി SSLCക്ക് 556 മാർക്ക് വാങ്ങിച്ച 556 മാർക്ക് വാങ്ങിച്ച് പ്രശസ്തമായ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നല്ല കുട്ടിയായി ബെസ്റ്റ് ഔട്ട് ഗോയിങ് സ്റ്റുഡൻ്റായി പുറത്തു വന്നയാളാണ്. ഈ മറ്റൊരു കുട്ടി ടോപ്പ് സ്കോററാണ്. അത് ഞാൻ പേര് പറയുന്നില്ല. ഒരുപക്ഷെ പേര് പറഞ്ഞ് ഞങ്ങൾ മൂക്കത്ത് വരൽ വയ്ക്കും. ഇത് ഞാനീ പറഞ്ഞതിൻ്റെ ഉദാഹരണമാണ്. അതുകൊണ്ട് വടിയല്ല. വടിയും ഒരു പരിധി കഴിഞ്ഞാൽ നമ്മളെ വളരെയധികം ബുദ്ധിമുട്ടിലാഴ്ത്തും. ഒന്നാമത്തെ കാര്യം, ഈ അഡോളസൻസ് സ്റ്റേജിലെ കുട്ടികളെ വടി കൊണ്ട് നമുക്ക് കൈകാര്യം ചെയ്തളയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു അടിച്ചമർത്തലാണ്. അത് ഇമോഷണലി അവർ സപ്രസ്ഡ് ആവും. അത് പലതരത്തിലുള്ള മാനസിക വൈകല്യങ്ങൾക്കും അവരെ വിധേയമാക്കും. സാർ ഈ വടി എടുക്കണ്ടെന്ന് തീരുമാനിച്ച 2000 കാലഘട്ടത്തിന് 2000 അല്ല, അതിന് മുമ്പിട്ട് 90കൾ പകുതിയായപ്പോഴത്തേക്ക് ഞാൻ ആ തീരുമാനത്തിൽ അതിനെന്തെങ്കിലും ഒരു മനസ്സിൽ തങ്ങിക്കുന്ന ഒരു കാരണം ഉണ്ടായിട്ട് തന്നെ ഒരു പുസ്തകത്തിൽ. അപ്പൊ നിങ്ങളുടെ സമയം അനുവദിക്കുമോ എന്നെനിക്ക് ചുരുക്കി ഒരു ചെറുതായിട്ട് മാത്രം എന്തെങ്കിലും പറയാൻ. അത് ഉണ്ട്. ഒരു സ്കൂളിൽ നടന്ന ഒരു സംഭവം, പൈപ്പ് പൊട്ടിക്കലുമായി നടന്ന ഒരു സംഭവം. ആ സംഭവത്തില് യഥാർത്ഥ പ്രതികളെ കണ്ടുപിടിച്ചിട്ട് അടിച്ചില്ല. അടിക്കുന്ന ജോലി പ്രഥമാധ്യാപകനെ ഏൽപ്പിച്ചു.
അദ്ദേഹം വളരെ സ്ട്രിക്റ്റ് നല്ല അധ്യാപകനുമാണ്, നന്നായിട്ട് പഠിപ്പിക്കും. സാറിന് വളരെ സ്ട്രിക്റ്റാണ്, അച്ചടക്കം വേണമെന്ന്. അപ്പം സാറ് പറഞ്ഞ് ഈ പൈപ്പിൻ്റെ എല്ലാം പൈസ കൊണ്ടുവന്നിട്ട് കയറിയാണ് അടിയും കൊടുത്തു. കണ്ടുപിടിച്ചത് ഞാൻ. ഇതിലൊരു കുട്ടി മറ്റു കുട്ടികളുടെ പിന്നെ കമ്പൽഷൻ മൂലം അവനെ കൊണ്ടുപോയി പോയി. വീട്ടുകാർ കൊണ്ട് കേസ് കൊടുത്തു. അപ്പം അക്ഷരാർത്ഥത്തിൽ ഞാനും പ്രതിസ്ഥാനത്താണ്. പക്ഷേ നല്ല രസമായിരുന്നു. അദ്ദേഹം ഇത് വളരെ സമചിത്തതയോടുകൂടി ഇത് അന്വേഷിച്ചു. അപ്പോൾ കുട്ടികൾ സമരത്തിന് ഇറങ്ങി. സമരത്തിൻ്റെ മുൻപിൽ അതിന് നേതൃത്വം കൊടുക്കുന്ന കുട്ടി, അവരിതെല്ലാം അറിയാം, സംഭവം മൊത്തം അറിയാം. രക്ഷാകർത്താക്കളൊക്കെ വന്നിട്ടുണ്ട്. ഈ പ്രതിസന്ധിയിൽ ഞാനുൾപ്പെടെ പ്രതിയായി നിൽക്കുന്നു, എന്നെ അറസ്റ്റ് ചെയ്യണം എന്ന് മുദ്രാവാക്യം വിളിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഘട്ടത്തിൽ ആ വിദ്യാർത്ഥിയെ ഞാൻ വിളിക്കുകയാണ്. ആ വിദ്യാർത്ഥിയെ വിളിച്ചിട്ട് എൻ്റെ മുഖത്ത് നോക്കി നീ പറ, എൻ്റെ കണ്ണുകളിൽ നോക്കി പറയണം, എന്താണ് നടന്നത്. മുദ്രാവാക്യം വിളിച്ചോണ്ടിരിക്കുക, എന്നെ അറസ്റ്റ് ചെയ്ത് തുറുങ്കിലടക്കിയെന്നാണ് മുദ്രാവാക്യം. ആ കുട്ടി അവിടെ നിന്ന് പൊട്ടിക്കരഞ്ഞു. ആ കുട്ടി അവിടെ നിന്ന് പൊട്ടിക്കരഞ്ഞു, ഉള്ളതെല്ലാം പറഞ്ഞു, നടന്നത് മുഴുവനും പറഞ്ഞു. ഇതാണ് സാർ സത്യം എന്നവിടെ ഇരിക്കുന്നവരുടെ അടുത്തെല്ലാം പറഞ്ഞു. മനസ്സിലായോ? അപ്പൊ ആ കുട്ടി എൻ്റെ അടുത്ത് പറയുക, സാറേ ഈ പിന്നെ ജാടയൊന്നും ഇങ്ങോട്ട് കാണിക്കണ്ട, സാർ അവനെ അടിച്ച് അവൻ എവിടെയോ പോയി ആത്മഹത്യ ചെയ്തിട്ടുണ്ടാവും, സാറ് അങ്ങനെ നല്ല വിളിയൊന്നും വേണ്ട എന്ന് പറഞ്ഞ് നിഷേധാത്മകമായി സാർ ഇതിനകത്ത് തെറ്റുകാരനാണ് എന്ന് ആ രക്ഷാകർത്താക്കളുടെ മുമ്പിൽ വെച്ച് ആ കുട്ടി എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞിരുന്നുവെങ്കിൽ ശ്രീലക്ഷ്മി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാനത് കരുതിക്കൊണ്ട് തന്നെയാണ് ചോദിക്കുന്നത്. ഈ ചോദ്യത്തിന് ഉത്തരം അവൻ അങ്ങനെ പറയുകയാണെങ്കിൽ ഇന്നിത് രാജിവെക്കണം. ഈ ഉറപ്പോടിയാ ചോദിച്ചേ. പക്ഷെ ആ കുഞ്ഞ് എൻ്റെ മുഖത്ത് നോക്കി, കുഞ്ഞല്ലേ ഇപ്പൊ നല്ല പ്രായം കാണും, പിന്നെ മുഖത്ത് നോക്കി പൊട്ടിക്കരഞ്ഞുകൊണ്ട് നടന്നത് പറഞ്ഞു. ശരിക്കും അതൊരു അധ്യാപകന്റെ കൂടി വിജയമാണ്. കാരണം നമ്മള് അധ്യാപകന്റെ മുഖത്ത് നോക്കി ഒരു വിദ്യാർത്ഥിക്ക് കള്ളം പറയാൻ പറ്റാതാവുക, അതാണ് ആത്മവിശ്വാസം. അതാണ് ആ ആത്മവിശ്വാസമാണ് മറ്റേത് അവാർഡിനേക്കാൾ, ആത്മവിശ്വാസമാണ് സാറിന് മികച്ച അധ്യാപകനാക്കുന്നത്. അല്ല, അത് ആ ആത്മവിശ്വാസമാണ് മറ്റ് ഏത് അവാർഡിനേക്കാൾ വലിയൊരു അവാർഡായിട്ട് ഞാൻ കാണുന്നത്. ഓക്കെ, തീർച്ചയായും അത് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് വളരെ, കാരണം അത് എനിക്ക് തോന്നുന്നില്ല മറ്റൊരാളെ കൊണ്ട് ഇത് സാധിക്കുന്ന, ഒരു അധ്യാപകന് സാധിക്കുന്ന കാര്യമാണ്, ഒരു നല്ല അധ്യാപകന്, അല്ലേ? കാരണം അധ്യാപകൻ, അതുപോലെ മാതാപിതാക്കൾ, നമുക്ക് ഒരുപക്ഷെ മാതാപിതാക്കളെടുത്ത് പോലും കള്ളം പിടിച്ചു നിൽക്കാൻ കുട്ടികൾ ശ്രമിക്കും, പക്ഷെ ഒരു അധ്യാപകന്റെ മുമ്പിൽ പെട്ടുപോകും, അല്ലെ? അതൊരു വലിയ കാര്യമാണ് സാർ. അതല്ല, നമുക്ക് നമ്മുടെ കുറെ കാര്യങ്ങളിലേക്ക് വരാണ്ട്, സമയം കുറവാണ്. ഇപ്പൊ സ്കൂളൊക്കെ തുറക്കാൻ പോവുകയാണല്ലോ. കുട്ടികൾ ഇപ്പൊ ഈ പ്രത്യേകിച്ച് സാറ് ശാസ്ത്രലേഖനമൊക്കെ എഴുതുന്നത്, അതുമായി ബന്ധപ്പെട്ട കാര്യം ഒന്ന് പറയാമോ സാറിന്റെ അത്തരം എഴുത്തുകളെ കുറിച്ചിട്ടും ഒക്കെ കൂടി? എഴുത്തുകളെ കുറിച്ചെന്ന് പറയുമ്പോൾ എനിക്ക് എഴുതുന്നതിനെ പറ്റി പുതിയ കുട്ടികൾ എഴുതാൻ വരുന്ന കുട്ടികളുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എഴുത്തിലല്ല തുടങ്ങേണ്ടത്, വായനയിലാണ്. വായിക്കുക. വായിച്ചു 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 വായിച്ച് എഴുതാൻ, ഇനി എനിക്ക് എഴുതാതിരിക്കാൻ പറ്റില്ല എന്നൊരു ഘട്ടത്തിലേക്ക് എത്തുന്ന ഒരു സമയം വരും. ആ സമയത്ത് നിങ്ങൾ എഴുതുക. നിങ്ങളുടെ എഴുത്ത് കുട്ടികളുടെ എഴുത്തെന്നോ മുതിർന്നവരുടെ എഴുത്തെന്നോ എന്നുള്ള ഒരു വ്യത്യാസവും ഉണ്ടാകത്തില്ല. നല്ല എഴുത്തായിരിക്കും. അപ്പം എനിക്ക് ഒന്ന് പറയാനുള്ളത്, നല്ലൊരു എഴുത്തിന് വേണ്ടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് പലരും പറഞ്ഞതാണ്. നിരീക്ഷണ പാഠവും വേണം, നമ്മുടെ സമൂഹത്തെ നന്നായിട്ട് നിരീക്ഷിക്കണം, കൃതികൾ, ക്ലാസിക്കായിട്ടുള്ള കൃതികളടക്കം നല്ല വായന വേണം. ഇതൊക്കെ എല്ലാവരും പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ എനിക്ക് പുതിയ കുട്ടികൾ എഴുതുന്ന കുട്ടികൾ, എഴുതാൻ താല്പര്യമുള്ള കുട്ടികളുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, എഴുത്തിന് ഏറ്റവും ആവശ്യം വേണ്ടത് നല്ലൊരു മനസ്സാണ്. നല്ലൊരു മനസ്സ് വേണം. ആ മനസ്സുമായി എപ്പോഴും സംവദിക്കണം. നിങ്ങൾ നിങ്ങളുടെ മനസ്സുമായി എപ്പോഴും
ചോദ്യങ്ങളും ഉത്തരങ്ങളും നർമ്മ സംഭാഷണങ്ങളും സ്നേഹ സംഭാഷണങ്ങളും ആയിട്ട് മനസ്സുമായി സമരസപ്പെട്ട് രഞ്ജിപ്പിൽ പോകണം. അങ്ങനെ വരുമ്പോൾ മനസ്സ് നിങ്ങൾക്ക് പ്രചോദനമാവും. ആ പ്രചോദനം നിങ്ങളുടെ പേനയിലൂടെ മൂർച്ചയുള്ള ആശയങ്ങളായി മുമ്പിലിരിക്കുന്ന കടലാസിലേക്കോ, ഇപ്പം എല്ലാം ഡിജിറ്റലായിട്ടാണ് എഴുതുന്ന കാലം, അപ്പം ആ ഡിജിറ്റൽ സംവിധാനത്തിലേക്കോ വരും. അതാണ് എനിക്ക് ഈ പുതുതായിട്ട് എഴുതാൻ വരുന്ന കുട്ടികളോട് പ്രത്യേകിച്ച് സ്കൂളൊക്കെ തുറക്കുകയാണ് അല്ലേ. ഇനിയിപ്പോ നിങ്ങൾക്ക് കൂടുതൽ തിരക്കുകളിലേക്ക് പോകും, പഠനത്തിലേക്ക് പോകും. ആ തിരക്കുകൾക്കിടയിലും എഴുതാനുള്ള സമയം അല്ലേ, അത് സാറ് സമയം കണ്ടെത്തുന്നത് പോലെ നമ്മളെ കുട്ടികൾക്കും കൂടെ അത് എങ്ങനെയാണ് ആ ഒരു സമയം കണ്ടെത്തുന്ന ഒരു സാഹചര്യം കൂടെ? ഈ എഴുതാൻ നമ്മൾ സമയം കണ്ടെത്തുക എന്ന് പറയുന്നതിനകത്ത് കാര്യമില്ല. എഴുത്ത് പഠനത്തിന്റെ ഭാഗമാണ്. ഇപ്പൊ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പ്രധാനം, മുതിർന്നവരെ സംബന്ധിച്ചും അതാണ്. പക്ഷെ മുതിർന്നവർക്ക് എപ്പോഴും ഈ സമയം മറ്റു പലതിനും ചെലവഴിക്കുമ്പോൾ അതിനുള്ള വിഹിതം കുറച്ചേ കിട്ടും. പക്ഷെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പഠനമാണ് ഇവരുടെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ആ പഠനം എന്ന് പറയുന്നത് പാഠപുസ്തകങ്ങളിൽ മാത്രമല്ല. ആ പഠനം മറ്റ് പലതും ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഇപ്പം നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന, നമ്മുടെ ലോകത്ത് നടക്കുന്ന മാറ്റങ്ങൾ, ആ മാറ്റങ്ങൾ വിശകലനം ചെയ്യുക, ആ മാറ്റങ്ങൾ വിലയിരുത്തുക. ഇത് നമ്മൾ വെറുതെ ഇരുന്ന് വിലയിരുത്താനൊക്കത്തില്ല. നമ്മൾ വാട്സപ്പിൽ നോക്കിയാൽ വിലയിരുത്തൽ നടക്കത്തില്ല. അതിൽ നല്ലൊരു ശതമാനം ഫേക്കാണ്. അതിങ്ങനെ ഷെയർ ചെയ്ത് അത് ഒരു വല്ലാതെ രോഗമായിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പൊ എന്ത് വന്നാലും ഷെയർ ചെയ്യാന്ന്. ആ സമയം കൊണ്ട് നിങ്ങൾ ഈ ഡിജിറ്റൽ സംവിധാനത്തിൽ തന്നെ അറിവിന്റെ ഉറവിടങ്ങളുണ്ട്. ആ അറിവിന്റെ ഉറവിടങ്ങളിലേക്ക് പോവുക, പഠനത്തിന്റെ ഭാഗമാക്കി അതിനെ മാറ്റുക. പിന്നെ ക്ലബ്ബ് പ്രവർത്തനങ്ങൾ, അതൊക്കെ തന്നെ പ്രധാനമാണ്. അപ്പൊ ചുരുക്കം ഈ കാലഘട്ടത്തിൽ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു പ്രായോഗിക നിർവചനം എൻ്റെ അനുഭവത്തിൽ നിന്നും അറിവിൽ നിന്നും ഞാൻ പറയുകയാണ്. എന്താണ് വിദ്യാഭ്യാസത്തിൻ്റെ നിർവചനം എന്ന് ചോദിച്ചാൽ, സ്വന്തം പരിസരത്തോട് ക്രിയാത്മകമായി പ്രതികരിക്കുവാനുള്ള ശേഷി ഒരു കുട്ടിയിൽ വളർത്തിയെടുക്കുക എന്നുള്ളതാണ് വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം. അപ്പം ഞാൻ പറയും, ഓരോ കുട്ടിയും ഓരോ പാഠപുസ്തകമാണ്. മറ്റുള്ളവർ അവരെ വായിക്കട്ടെ. നല്ലൊരു മെസ്സേജ് കേട്ടോ. എനിക്ക് ശരിക്കും ഇങ്ങനെ കേൾക്കുമ്പം, നമ്മൾ പ്രത്യേകിച്ച് ഞാൻ സാറിൻ്റെയൊക്കെ ക്ലാസ് അന്ന് ഞാൻ പറഞ്ഞല്ലോ റേഡിയോയിൽ കൂടി കേട്ടോണ്ടിരുന്നപ്പോൾ തന്നെ അതിങ്ങനെ കേട്ട് നമുക്കങ്ങ് മനസ്സിലാവും നന്നായിട്ട്. ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളും എനിക്കൊന്ന് കുട്ടികളുടെ മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങുന്ന രീതിയിൽ തന്നെയുള്ള വാക്കുകളായിരുന്നു. സാറിനോടുള്ള ചോദ്യങ്ങൾ സത്യത്തിൽ കഴിയുന്നില്ല, പക്ഷെ എൻ്റെ സമയക്കുറവ് മൂലം എനിക്ക് നിർത്തേണ്ടതാണ്. കാരണം ശാസ്ത്ര എഴുത്തിനെ കുറിച്ചിട്ടും ലേഖനങ്ങളെ കുറിച്ചും ഒക്കെ കൂടുതൽ ഇനി പക്ഷേ സാറുമായിട്ട് ഇനിയും ഒരു പക്ഷേ ഇതുപോലൊരു അഭിമുഖം നമുക്ക് ഇനിയും ഒരു ദിവസം തുടങ്ങാം. തീർച്ചയായിട്ടും. പക്ഷെ ഇപ്പൊ പ്രഭാതരശ്മി എന്ന് പറഞ്ഞൂടെ തങ്ങളുഞ്ഞു മുസ്ലിയാർ ഗ്രൂപ്പിന്റെ ഒരു മാസികയുണ്ട്. വളരെ എടുത്ത മാസികയാണ്. വളരെ കഴിവുള്ള ആളുകളാണ് അതിനകത്ത് എഴുതുന്നത്. അതിനകത്ത് ഞാൻ കഴിഞ്ഞ 115 എന്ന് പറഞ്ഞാൽ തുടക്കം മുതൽ 115 മാസമായിട്ട് അതിനകത്ത് സ്ഥിരം എഴുതുന്നുണ്ട്. ശാസ്ത്ര ലേഖനം സ്ഥിരമായി എഴുതുന്നുണ്ട്. ഇപ്പൊ വരാൻ പോകുന്ന ഏപ്രിലൊക്കെ അതിനകത്തും അതുണ്ട്. പരിസ്ഥിതി ദിനത്തെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. അപ്പം സാറിന്റെ ഇനിയും ഇതുപോലുള്ള എഴുത്തുകൾക്ക് എല്ലാവിധ ആശംസകൾ അർപ്പിക്കുകയാണ്. ഒപ്പം വളരെ പ്രധാനപ്പെട്ട ഈ ഒരു സ്കൂൾ തുറക്കുന്ന ഒരു സമയമാണ്. നമ്മളെ വിദ്യാർത്ഥികൾക്ക് അറിഞ്ഞിരിക്കേണ്ടതായ കുറെ കാര്യങ്ങൾ സാർ പങ്കുവെച്ചു. വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ഇത്രയും നേരം നമ്മളുമായിട്ട് ഇത്രയും കാര്യങ്ങൾ പങ്കുവെച്ചതിൽ കമ്മ്യൂണിറ്റി റേഡിയോ വൺസിന്റെ നന്ദി അറിയിക്കുകയാണ് സാർ. ശ്രീലക്ഷ്മി വളരെ എന്താ പറയുന്നത്, എന്നെ അടക്കി ഒന്ന് അടങ്ങിയിരിക്കാൻ അവസരം തരാതെ ചോദ്യങ്ങളൊക്കെ ചോദിച്ച് എന്നെ അക്ഷരാർത്ഥത്തിൽ പ്രചോദിപ്പിച്ചു. എന്റെ ഒരു വിദ്യാർത്ഥിനി അടുത്തിരിക്കുന്നവരാണ് എനിക്ക് തോന്നിയത്. അപ്പൊ വളരെ സന്തോഷം. അത് തീർച്ചയായിട്ടും. അപ്പം എനിക്കും വളരെ സന്തോഷമുണ്ട് സാറിനോടൊപ്പം. അതായത് ഈ ഒരു 3 വർഷത്തെ അധ്യാപനത്തിൽ തന്നെ പല കാലഘട്ടങ്ങളിലൂടെ ആ ഒരു വിദ്യാർത്ഥികളെ മനസ്സിലാക്കി മികച്ച അധ്യാപകനുള്ള അവാർഡ്, ദേശീയ അവാർഡ്, സംസ്ഥാന അവാർഡ് കരസ്ഥമാക്കിയ നല്ലൊരു അധ്യാപകനൊപ്പം ഇരിക്കാൻ കഴിഞ്ഞ ഒരു സന്തോഷം കൂടി എനിക്കുണ്ട്. അപ്പോൾ എന്തായാലും നമ്മളോടൊപ്പം ഇത്രയും നേരം ഉണ്ടായിരുന്നത് ശ്രീ പ്രദീപ് കണ്ണങ്കോട് സാറായിരുന്നു. സാറിനോടൊപ്പം പരിപാടിയിൽ നിന്ന് ഇവിടെ പറയുന്നു ശ്രീലക്ഷ്മി MS.